നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ജപ്പാനുമായി കൂടുതൽ സഹകരണത്തിന് ഇന്ത്യ. ചെറുകിട സംരംഭങ്ങളിലും സ്റ്റാർട്ടപ്പുകളിലും ജപ്പാൻ നിക്ഷേപം നടത്തും. 10 വർഷത്തിനുള്ളിൽ നിക്ഷേപിക്കുന്നത് 6 ലക്ഷം കോടി രൂപ. ഭീകരവാദം നേരിടാൻ ഒന്നിച്ച് പ്രവർത്തിക്കും. അധിക തീരുവ പിൻവലിക്കാതെ അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ നടക്കില്ല എന്ന ഇന്ത്യ. ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ രൂപ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 88.29 ആയി. തിരിച്ചടിയായത് യുഎസിന്റെ അധിക തീരുവ. GDP-യിൽ റെക്കോർഡ് വളർച്ച. ആദ്യപാദത്തിൽ 7.8% ഉയർന്നു. പാസ്പോർട്ട് അപേക്ഷകർക്ക് പുതിയ മാർഗനിർദ്ദേശവുമായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട ചിത്രത്തിന് പുതിയ മാനദണ്ഡം. തീരുമാനം നടപ്പാക്കുക സെപ്റ്റംബർ 1 മുതൽ. സൗദിയിൽ ബിനാമി ബിസിനസ് പരിശോധന ശക്തം. സ്വദേശികൾ ഉൾപ്പെടെ 6 പേർക്ക് കനത്ത പിഴയും നാടുകടത്തലും. ബിനാമി സ്ഥാപനങ്ങളിലൂടെ സമ്പാദിച്ച 23.5 കോടി രൂപ കണ്ടുകെട്ടി അൽ ഖസീം ക്രിമിനൽ കോടതി. GST സ്ലാബ് മാറ്റം വഴി സംസ്ഥാനങ്ങൾക്ക് ഭീമമായ നഷ്ടം വരുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സ്ലാബ് കുറയ്ക്കുന്നത് സാധാരണക്കാർക്ക് ഗുണം കിട്ടുമെന്ന് ഉറപ്പാക്കണം. അടുത്ത 5 വർഷത്തേക്ക് നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യം. GST കൗൺസിലിന് മുന്നോടിയായി യോഗം ചേർന്ന 8 BJP ഇതര സംസ്ഥാന മന്ത്രിമാർ. വാർത്തകൾ വിശദമായി നോക്കിയാൽ ജപ്പാനുമായി സഹകരണം തുടരാൻ ഇന്ത്യ. ഭീകരവാദത്തിനെതിരെ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കും. ജാപ്പനീസ് കമ്പനികൾ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്തും. 10 വർഷത്തിനുള്ളിൽ 6 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തും. സാമ്പത്തിക രംഗത്തെ ഇന്ത്യയുടെ മുന്നേറ്റത്തെ ലോകം ഉറ്റുനോക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അമേരിക്കൻ തീരുവ സമ്മർദ്ദങ്ങൾക്കിടെ ജപ്പാനുമായി വ്യാപാര നിക്ഷേപ സഹകരണം ഇന്ത്യ ശക്തിപ്പെടുത്തുകയാണ്. ചെറുകിട സംരംഭങ്ങളിലും സ്റ്റാർട്ടപ്പുകളിലും ജപ്പാൻ കൂടുതൽ നിക്ഷേപം നടത്തും. ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സഹകരണം നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഒരു സുവർണ അധ്യായത്തിന് തുടക്കമാകുന്നുവെന്നും ആഗോള പങ്കാളിത്തത്തിന് അടിത്തറയിട്ടെന്നും ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി വ്യക്തമാക്കി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മോദിയുടെ കൂടിക്കാഴ്ച. വ്യാപാര രംഗത്ത് ഇന്ത്യക്ക് മുൻഗണന നൽകുമെന്ന് ഉച്ചകോടിയിൽ ജപ്പാൻ പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അടുത്ത 10 വർഷത്തേക്കുള്ള ജപ്പാന്റെ നിക്ഷേപത്തിനുള്ള രൂപരേഖയും ഉച്ചകോടിയിൽ തയ്യാറാക്കി. 6 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ജപ്പാൻ നടത്തുക. ഇന്ത്യയിലെയും ജപ്പാനിലെയും വ്യവസായികളുടെ സംയുക്ത യോഗത്തിലും മോദി പങ്കെടുത്തു. ജപ്പാന്റെ സാങ്കേതിക വിദ്യയും ഇന്ത്യയിലെ യുവശേഷിയും കൂടുതൽ സംയുക്ത സംരംഭങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് മോദി അഭിപ്രായപ്പെട്ടു. ജപ്പാൻ ഇന്ത്യയുടെ അടുത്ത പങ്കാളിയാണെന്നും ഇന്ത്യ ഇന്ന് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ജപ്പാൻ എക്കണോമിക് ഫോറത്തിൽ മോദി വ്യക്തമാക്കി. വൈകാതെ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും. ഇന്ത്യയും ജപ്പാനും ചേർന്നാൽ ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവം യാഥാർത്ഥ്യമാക്കാനാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയിലെ യുവാക്കൾക്ക് ജാപ്പനീസ് പഠിക്കാനുള്ള അവസരം കൂട്ടണമെന്നും മോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിൽ നിർമ്മിക്കുക, ലോകത്തിനായി നിർമ്മിക്കുക എന്നതാണ് ഇന്ത്യയുടെ നയം. കൂടാതെ ചൈനയുമായുള്ള സൗഹൃദ ബന്ധം നിർണായകമാണെന്നും ഇന്ത്യ ചൈന സൗഹൃദം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത ഉറപ്പാക്കുമെന്നും മോദി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, അമൃത TV. രൂപയ്ക്ക് റെക്കോർഡ് തകർച്ച. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ചയിൽ. 87.69 വ്യാപാരം തുടങ്ങിയ രൂപ 88.29 ഇടിഞ്ഞു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ യുഎസിന്റെ 25% അധിക തീരുവയാണ് തിരിച്ചടിയായത്. ആദ്യമായാണ് രൂപയുടെ മൂല്യം 88 ഇടിഞ്ഞത്. ഓഗസ്റ്റ് 27 മുതൽ ഇന്ത്യൻ കയറ്റുമതിക്ക് 50% തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടിയുടെ പശ്ചാത്തലത്തിൽ രൂപ കടുത്ത സമ്മർദ്ദത്തിലാണ്. അധിക തീരുവ പ്രാബല്യത്തിൽ വന്നത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ സാരമായി ബാധിക്കുമെന്ന വിലയിരുത്തലാണ് രൂപയ്ക്ക് തിരിച്ചടിയായത്. ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപം കൊഴിയുന്നതും എണ്ണക്കമ്പനികൾ ഉൾപ്പെടെയുള്ള ഇറക്കുമതിക്കാരിൽ നിന്ന് ഡോളറിന് വൻതോതിൽ ഡിമാൻഡ് ലഭിച്ചതും രൂപയെ വലച്ചു. അതേസമയം വിദേശ നാണയ ശേഖരത്തിൽ നിന്ന്
നിന്ന് വൻതോതിൽ ഡോളർ വിൽപ്പന നടത്തി റിസർവ് ബാങ്ക് നടത്തിയ ഇടപെടലാണ് രൂപയുടെ വലിയ ഇടിവിനെ തടഞ്ഞത്. ചൈനീസ് കറൻസിയായ യുവാനെതിരെയും രൂപയുടെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞു. GCC കറൻസികളായ UAE ദിർഹം, സൗദി റിയാൽ, ഖത്തർ റിയാൽ തുടങ്ങിയവയുടെ മൂല്യവും രൂപയ്ക്കെതിരെ ഉയർന്നു. രൂപയുടെ ഇടിവ് ഇറക്കുമതിക്ക് തിരിച്ചടിയാകും. ക്രൂഡ് ഓയിൽ, സ്വർണം, ഇലക്ട്രോണിക്സ്, അസംസ്കൃത വസ്തുക്കൾ തുടങ്ങി ഇന്ത്യയുടെ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന വസ്തുക്കൾക്ക് ഇനി കൂടുതൽ പണം നൽകേണ്ടി വരും. അതേസമയം പ്രവാസികൾക്ക് രൂപയുടെ തളർച്ച നേട്ടമാണ്. നാട്ടിലേക്ക് കൂടുതൽ പണം അയക്കാനാകുമെന്നതാണ് അനുകൂല ഘടകം. ന്യൂസ് ഡെസ്ക് അമൃത TV. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാളും വളർച്ച നേടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. 2025-2026 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ GDP 7.8% ഉയർന്നു. 6.7% ഈ കാലയളവിൽ പ്രതീക്ഷിച്ചിരുന്ന നിരക്ക്. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ 6.5% വളർച്ച. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ഇതോടെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന സ്ഥാനം ഇന്ത്യ നിലനിർത്തി. കഴിഞ്ഞ 5 പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന വളർച്ച കൂടിയാണ് ഇത്തവണത്തേത്. ഇതിന് മുൻപത്തെ ഏറ്റവും ഉയർന്ന GDP വളർച്ച 2024 ജനുവരി-മാർച്ച് പാദത്തിലെ 8.4% ഈ വർഷം ഏപ്രിൽ-ജൂൺ പാദത്തിൽ ചൈനയുടെ വളർച്ച 5.2% സേവന കാർഷിക മേഖലകൾ നേടിയ വളർച്ചയാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തേകിയത്. അതേസമയം നിർമ്മാണ മേഖലയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വളർച്ച കുറഞ്ഞു. പാസ്പോർട്ട് അപേക്ഷകർക്ക് പുതിയ മാർഗനിർദ്ദേശവുമായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട ഫോട്ടോയ്ക്ക് പുതിയ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി. അടുത്ത മാസം 1 മുതൽ പുതുക്കിയ മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് വ്യക്തമാക്കി. പാസ്പോർട്ട് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട ഫോട്ടോയിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഉൾപ്പെടെയാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. തലയും തോൾഭാഗവും ഉൾപ്പെടുന്ന ക്ലോസപ്പ് ചിത്രമായിരിക്കണം അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത്. ഏതെങ്കിലും വിധത്തിലുള്ള ഫിൽട്ടറോ എഡിറ്റിംഗോ ഇല്ലാത്ത വെള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ ഫോട്ടോ ആയിരിക്കണം. കണ്ണുകൾ അടക്കമുള്ള ബയോമെട്രിക് വിവരങ്ങൾ കൃത്യമായി ലഭിക്കാൻ ക്യാമറയിലേക്ക് നേരിട്ട് നോക്കുന്ന വിധത്തിലാകണം ചിത്രമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. മുഖമോ കണ്ണുകളോ മറയ്ക്കുന്ന വിധത്തിൽ മുടി വീണുകിടക്കരുത്. മുഖം വ്യക്തമായി കാണണം. കണ്ണിലെ കൃഷ്ണമണിയിൽ നിഴലോ പ്രതിബിംബങ്ങളോ പാടില്ല എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളുമുണ്ട്. മുഖത്ത് വെളിച്ചക്കുറവോ നിഴലോ ഉണ്ടാകരുതെന്നും വാ തുറന്നു പിടിച്ചുള്ള ചിത്രങ്ങൾ അംഗീകരിക്കില്ലെന്നും മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നു. ക്യാമറയുടെ ഏതാണ്ട് 1.5 മീറ്റർ അകലെ നിന്നും എടുത്ത ചിത്രങ്ങളാണ് കൂടുതൽ ഉചിതം. മുഖത്തെ ഭാവം സാധാരണ നിലയിലുള്ളതാകണമെന്നും കോൺസുലേറ്റിന്റെ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പാസ്പോർട്ടിലെ ചിത്രങ്ങളെക്കുറിച്ച് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നേരത്തെ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇത് പരിഗണിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് വന്നതോടെയാണ് പുതിയ മാനദണ്ഡം കോൺസുലേറ്റ് പുറപ്പെടുവിച്ചത്. അമൃത ന്യൂസ്, ദുബായ്. സൗദിയിൽ ബിനാമി ബിസിനസ് പരിശോധന ശക്തം. കഴിഞ്ഞ ദിവസം സൗദിയിൽ അൽ ഖസീം പ്രവിശ്യയിൽ ബിനാമി ബിസിനസ് നടത്തിയ കേസിൽ 6 പേർക്ക് അൽ ഖസീം ക്രിമിനൽ കോടതി ശിക്ഷ വിധിച്ചു. കോൺട്രാക്ടിംഗ്, മെഡിക്കൽ ഉപകരണങ്ങൾ, പുകയില ഉൽപ്പന്ന വിതരണ മേഖലകളിൽ 1 കമ്പനിയും 4 സ്ഥാപനങ്ങളും വിദേശ നിക്ഷേപ ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായി നടത്തിയ കേസിലാണ് ശിക്ഷ. ഇതിൽ സഹോദരന്മാരുമായ യമനി പൗരന്മാരും ഉൾപ്പെടും. ഇവർ തങ്ങളുടെ വരുമാനത്തിന് അനുസൃതമല്ലാത്ത ഭീമമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും നിയമവിരുദ്ധ സമ്പാദിച്ച പണം വിദേശത്തേക്ക് അയക്കുകയും ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഇവർ ബിനാമി ബിസിനസ്സിലൂടെ സമ്പാദിച്ച 23,92,92,602 റിയാലും 26 കാറുകളും കോടതി കണ്ടുകെട്ടി. UAEയിലെ പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ ലുലു എക്സ്ചേഞ്ച് നാഷണൽ ബാങ്ക് ഓഫ് ഫുജൈറയുമായി സഹകരണ കരാർ ഒപ്പുവച്ചു. 12 ലുലു എക്സ്ചേഞ്ച് ശാഖകളിൽ ATM, CDM സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതാണ് കരാറിന്റെ ആദ്യഘട്ടം. ദുബായ്, ഷാർജ, അബുദാബി, റാസൽ ഖൈമ, അജ്മാൻ, ഫുജൈറ എന്നിവിടങ്ങളിലെ മാളുകൾ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ ഈ സൗകര്യം സ്ഥാപിക്കും. ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദിന്റെയും മറ്റ് പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ലുലു എക്സ്ചേഞ്ച് CEO തമ്പി സുദർശനും നാഷണൽ ബാങ്ക് ഓഫ് ഫുജൈറ CEO അദ്നാൻ അൻവറുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. കൂടുതൽ സേവനങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. തായ്ലാന്റിൽ രാഷ്ട്രീയ പ്രതിസന്ധി. പ്രധാനമന്ത്രി പെയ്റ്റോങ് ടോൺ ഷിനവത്രയെ ഭരണഘടനാ കോടതി പുറത്താക്കി. ധാർമ്മികത ലംഘിച്ചതിനാണ് നടപടി. 1 വർഷം മുൻപാണ് ഷിനവത്ര അധികാരത്തിലെത്തിയത്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു ഷിനവത്ര. കംബോഡിയൻ
കാരനായ ഹുൻസെന്നുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ധാർമ്മികത ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. അതിർത്തി സംഘർഷങ്ങൾ രൂക്ഷമായ ജൂൺ 15-ന് മുൻ പ്രധാനമന്ത്രി ഹുൻസെന്നുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് വിവാദമായത്. ഒരു കംബോഡിയൻ സൈനികന്റെ മരണത്തിലേക്ക് നയിച്ച അതിർത്തി ഏറ്റുമുട്ടലുകളിൽ സ്വന്തം സൈന്യത്തിന്റെ നടപടികളെ ഷിനവത്ര വിമർശിച്ചിരുന്നു. രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുവെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്തു. കോടതി വിധിക്ക് ശേഷം പാർലമെന്റ് പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതുവരെ ഹൗസ് സ്പീക്കർ തീരുമാനിക്കുന്ന തീയതിയിൽ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഫുംതം വെച്ചായച്ചായിയും നിലവിലെ മന്ത്രിസഭയും സർക്കാരിനെ താൽക്കാലികമായി നിയന്ത്രിക്കും. 2 പതിറ്റാണ്ടുകളായി തായ്ലൻഡ് രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തിയിരുന്നെങ്കിലും സൈനിക യാഥാസ്ഥിതിക സ്ഥാപനങ്ങളുമായി ആവർത്തിച്ചേറ്റുമുട്ടിയിരുന്ന ഷിനവത്ര രാഷ്ട്രീയ രാജവംശത്തിന് ഈ തീരുമാനം മറ്റൊരു കനത്ത പ്രഹരമാണ്. ഭരണഘടന പ്രകാരം പ്രധാനമന്ത്രിക്ക് യോഗ്യതകളില്ലെന്നാണ് തായ്ലൻഡ് ഭരണഘടനാ കോടതി വ്യക്തമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക് അമൃത TV. കുവൈറ്റിൽ കൺസ്യൂമർ ഓർഡർ ഡെലിവറി മോട്ടോർ സൈക്കിളുകൾക്ക് ഏർപ്പെടുത്തിയ ഉച്ചസമയ പ്രവർത്തന വിലക്ക് പിൻവലിച്ചു. മാനവശേഷി സമിതി അധികൃതരും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഗതാഗത വിഭാഗവും സംയുക്തമായാണ് തീരുമാനം പുറപ്പെടുവിച്ചത്. സെപ്റ്റംബർ 1 മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വരിക. ഇതോടെ ഇവയുടെ പ്രവർത്തനം പഴയ സമയപ്രകാരത്തിലേക്ക് മടങ്ങും. എന്നാൽ ഹൈവേകളിലും റിംഗ് റോഡുകളിലും ഡെലിവറി ബൈക്കുകൾക്കുണ്ടായിരുന്ന പ്രവേശന വിലക്ക് തുടരും. അതേസമയം വേനൽക്കാലം ആരംഭിച്ചതോടെ മറ്റു തൊഴിലാളികൾക്ക് പകൽ സമയത്ത് ഏർപ്പെടുത്തിയ തൊഴിൽ നിയന്ത്രണങ്ങളും ഈ മാസം 31 മുതൽ പിൻവലിക്കും. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് രാജ്യത്ത് പകൽ സമയത്തെ പുറം തൊഴിലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കടുത്ത വേനൽ ചൂടിനെ തുടർന്ന് തൊഴിലാളികളുടെ സുരക്ഷ മുൻനിർത്തി രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിനാണ് നിരോധനം. മനുഷ്യക്കടത്ത്, അനധികൃത കുടിയേറ്റം എന്നീ കുറ്റങ്ങളിൽ ഏർപ്പെട്ട നേപ്പാളി പൗരനെ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം നാടുകടത്തി. കുവൈറ്റിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ നേപ്പാളി സുരക്ഷാ ഏജൻസികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിടികൂടിയത്. നേപ്പാളി നീതിന്യായ വ്യവസ്ഥ നൽകിയ തെളിവുകൾ അടങ്ങിയ അന്താരാഷ്ട്ര മെമ്മോറാണ്ടം വഴിയാണ് ഇയാളെക്കുറിച്ച് കുവൈറ്റിന് വിവരം ലഭിച്ചത്. സ്വന്തം നാട്ടുകാരെ ചൂഷണം ചെയ്ത് കടത്തുകയും അവരുടെ ദുരിതത്തിൽ നിന്ന് ലാഭം നേടുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. യൂറോപ്പിലേക്ക് പലായനം ചെയ്യാൻ ശ്രമിക്കവേ മരണപ്പെട്ട നേപ്പാളി പൗരന്മാരുടെ മരണത്തിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. സൗദിയിൽ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഇതുവരെ ഉൾപ്പെടാത്ത വ്യക്തിഗത തൊഴിലാളികൾക്കായി ആനുകൂല്യങ്ങളുടെ പാക്കേജ് അവതരിപ്പിക്കുന്നതിനുള്ള പഠനം നടത്താൻ സൗദി ഹെൽത്ത് ഇൻഷുറൻസ് കൗൺസിൽ ഒരു കൺസൾട്ടിംഗ് സ്ഥാപനവുമായി കരാർ സ്ഥാപിക്കുകയാണ്. ഒരു തൊഴിലുടമയ്ക്ക് കീഴിൽ 4 പേരിൽ കൂടുതലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഗൃഹ തൊഴിലാളികൾക്കും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുന്നത് സംബന്ധിച്ച് പഠനം പരിശോധിക്കും. മറ്റു വാർത്തകൾ നോക്കിയാൽ മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം നീക്കി. അതേസമയം മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്കുള്ള നിരോധനം തുടരും. മറ്റു വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടാനും കോഴിക്കോട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡ് വഴി മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ഒഴികെ KSRTC ഉൾപ്പെടെയുള്ള മറ്റ് വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടാനാണ് തീരുമാനിച്ചത്. പോലീസിന്റെ നിയന്ത്രണത്തോടെ ഇരുഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കൃത്യമായ സമയം ഇടവിട്ട് കടത്തിവിടും. ഈ പാത വഴി മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്കുള്ള നിരോധനം തുടരാൻ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന യോഗം തീരുമാനിക്കുകയായിരുന്നു. വരും ദിവസങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നില്ല. എന്നാൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. റോഡിന് മുകളിലായി പാറയുടെ സ്ഥിതി പരിശോധിക്കാനായി GPR സംവിധാനം ഉപയോഗപ്പെടുത്തും. ഇതിനായി കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട് നടപടി കൈക്കൊള്ളാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാറയുടെ ഡ്രോൺ പടങ്ങൾ ഉൾപ്പെടെ എടുത്ത് സ്ഥിതിഗതികൾ വിലയിരുത്താനും തീരുമാനിച്ചു. ചുരം വ്യൂ പോയിന്റിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തും. ഇവിടെ വാഹനം നിർത്തി സമയം ചെലവിടുന്നത് നിരോധിക്കും. സ്ഥിതിഗതികൾ പൂർവ്വസ്ഥിതിയിലാകുന്നതുവരെ അഗ്നിരക്ഷാസേനയുടെ ഒരു യൂണിറ്റ് ചുരത്തിൽ വിന്യസിക്കും. സ്ഥലത്ത് ആവശ്യമായ വെളിച്ചത്തിനുള്ള ക്രമീകരണങ്ങൾ തുടരാനും യോഗത്തിൽ തീരുമാനിച്ചു. റൂറൽ SP KE ബൈജു, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കലക്ടർ രേഖ, ജിയോളജിസ്റ്റ് ഡോക്ടർ മഞ്ജു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്. താമരശ്ശേരി ചുരത്തിൽ സംഭവിച്ചത് പാറനിറങ്ങൽ പ്രതിഭാസമെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. മണ്ണിടിച്ചിലല്ലെന്നും കുഴികൾ രൂപപ്പെട്ട് പാറകൾ നിരങ്ങി നീങ്ങിയതാകാമെന്നും കോഴിക്കോട് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ രാജീവ് പറഞ്ഞു. അപകട സ്ഥലത്ത് കയറി കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ കൂടുതൽ വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. മണ്ണിന്റെ സ്വഭാവത്തിനേക്കാൾ കൂടുതൽ ഇത് റോക്ക് സ്ലൈഡ്, മണ്ണിടിച്ചിലല്ല, ഇതൊരു റോക്ക് സ്ലൈഡ്, പാറ ഒരു ഷീറ്റായിട്ട്
താഴോട്ട് പോകുന്നതാണ്. അതിന്റെ ഒരു ഘടകം മണ്ണിന്റെ ഘടകം മുകളിലുള്ള ഏറ്റവും ഈ പാറയ്ക്ക് മുകളിലുള്ള മണ്ണിലൂടെ വെള്ളം ഇറങ്ങി ഇതിന്റെ ഈ പറഞ്ഞ റോക്കുകളുടെ രണ്ട് റോക്കുകളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് ആ പ്രഷർ വന്ന് വെതേർഡ് റോക്ക് എന്ന് പറയും. ആ രീതിയിൽ മുകളിലുള്ള പാളി ഇറങ്ങി വന്നതായിട്ടാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് കൂടുതലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മഴയൊക്കെ ഒന്ന് നിന്ന് മുകളിലൊക്കെ ഒന്ന് കയറി നോക്കി ക്ലിയർ ആയാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. വലിയ പാലം എന്ന ആഗ്രഹം ഇതുവരെ സഫലമാകാത്തതിന്റെ നിരാശയിലും അമർഷത്തിലുമാണ് കോഴിക്കോട് പുതിയ പാലം നിവാസികൾ. നിർമ്മാണം തുടങ്ങി 1.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞ പാലത്തിന്റെ പ്രവൃത്തി ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. താൽക്കാലിക പാലത്തിലൂടെ വണ്ടി കൊണ്ടുപോകാൻ കഴിയാത്തതും സമീപത്തെ റോഡിലെ ചെളിയുമെല്ലാം ഇവർക്ക് പ്രതിസന്ധിയാവുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇരുചക്ര വാഹനയാത്ര പോലും ദുർഘടമായ പുതിയ പാലത്ത് നിലവിലെ പാലത്തിനു പകരം വലിയ പാലം നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത് 2022-ലാണ്. 2022 ജൂലൈയിൽ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് പാലം 1.5 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന് ഉറപ്പും നൽകി. എന്നാൽ വർഷം 3 ആയിട്ടും പ്രവൃത്തി എങ്ങും എത്താത്തതാണ് പ്രദേശവാസികൾക്ക് പ്രതിസന്ധിയാകുന്നത്. ഒരു മഴ പെയ്താൽ പാലത്തിന്റെ സമീപത്തെ റോഡിലൂടെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. പ്രദേശവാസികൾ വളരെയധികം പ്രശ്നത്തിലാണ്. ആക്ച്വലി മുന്നോട്ട് പോകണമെങ്കിൽ ചെളി ചവിട്ടാണ്ട് പോകാൻ പറ്റുന്നില്ല. അതിൽ പണി നടക്കുന്ന ഒരു ഭാഗത്ത് പണി നടക്കുന്നുണ്ട്, വളരെ സ്ലോയിലാണ് നടക്കുന്നത്. ഓണത്തിന് തുറന്നു തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ഓണത്തിന് തുറക്കാൻ ഇനി കുറഞ്ഞ ദിവസമേ ഉള്ളൂ. അതിൻ്റെ സെൻറ്ററിൽ പോലും പണികൾ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കാരണം. കനോലി കനാലിന് കുറുകെ 195 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പാലം തളി ക്ഷേത്ര പരിസരത്ത് നിന്ന് തുടങ്ങി മീഞ്ചന്ത മിനി ബൈപ്പാസിൽ അവസാനിക്കുന്നതാണ്. മിക്ക ദിവസങ്ങളിലും പണി നടക്കാറുണ്ടെങ്കിലും ഡ്രൈനേജ് നിർമ്മാണവും ആർച്ച് നിർമ്മാണവും എല്ലാം ഇഴഞ്ഞു നീങ്ങുകയാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ചുരുക്കി പറഞ്ഞാൽ ഇതിപ്പം തീരേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ വരെ വർക്കൊക്കെ കണ്ടാൽ വിചാരിക്കും രാത്രിയൊക്കെ ലൈറ്റ് ഇട്ടിട്ട് പണിയെടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്, 2-3 ആളെ വെച്ചിട്ട്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ഭയങ്കര യുദ്ധകാലാടിസ്ഥാനത്തുള്ള പണി അവിടെ നടക്കണം വിചാരിക്കും. സംഭവം 1-1.5-2 കൊല്ലം കൊണ്ട് തീരേണ്ട സാധനം 3 കൊല്ലമായിട്ട് തീർന്നിട്ട് ജനങ്ങൾ ശരിക്കും വളരെയധികം ദുരിതത്തിലാണ്. താൽക്കാലികമായി നിർമ്മിച്ച പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകില്ല എന്നതും പ്രദേശവാസികൾക്ക് പ്രതിസന്ധിയാണ്. താൽക്കാലിക പാലത്തിന് ബലം കുറവാണെന്ന് പറയുന്ന പ്രദേശവാസികൾക്ക് പാലം പൊളിഞ്ഞു വീഴുമോ എന്ന ഭയവുമുണ്ട്. അത് നടപ്പാലം ഇപ്പോൾ അത്തരം പഴക്കം ചെന്നാണ്. അതിൻ്റെ അടിയിൽ കഴുങ്ങിൻ്റെ കാല് തെങ്ങിൻ്റെ കാലൊക്കെയാണ്. അത് വെള്ളം തട്ടി ദ്രവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് അപകടം വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയായി നിൽക്കുന്ന പാലം കൂടിയാണത്. 2 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന് പറഞ്ഞ പാലത്തിന്റെ പ്രവൃത്തി 3 വർഷമായിട്ടും എങ്ങും എത്താത്തതിന്റെ അമർഷത്തിലാണ് പ്രദേശവാസികൾ. പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികളും രംഗത്തുണ്ട്. എത്രയും പെട്ടെന്ന് പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേട്ടതൊക്കെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമെന്നും ക്രിമിനൽ കുറ്റം ചെയ്തിട്ടും വെള്ളപൂശാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പദവികളെല്ലാം രാഹുൽ രാജിവെക്കണമെന്നും രാഹുലിനെ രക്ഷിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഒത്തുകളിക്കുന്നുവെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. കോൺഗ്രസ് ഭരണഘടന പ്രകാരം കാലാവധി പറയാവുന്നതുകൊണ്ട് 30 ദിവസ കാലാവധി കഴിഞ്ഞാൽ അവർക്കവരെ രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എത്തിക്കാൻ തിരക്കിട്ട നീക്കവുമായി ഷാഫി പറമ്പിലും അനുയായികളും. കോൺഗ്രസിന്റെ സസ്പെൻഷൻ നിലനിൽക്കുന്നതിനാൽ വിവിധ അസോസിയേഷന്റെയും ക്ലബ്ബുകളുടെയും പരിപാടികളിൽ പങ്കെടുപ്പിക്കാനാണ് നീക്കം. മണ്ഡലത്തിൽ നിന്ന് ഏറെ നാൾ വിട്ടുനിന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. ഇതിനായി പാലക്കാട് A ഗ്രൂപ്പിന്റെ രഹസ്യയോഗം ചേർന്നതായി സൂചന. എന്നാൽ വാർത്ത നിഷേധിച്ച് ഷാഫി പറമ്പിൽ രംഗത്ത് വന്നു. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷൻ നേരിട്ടതിനെ തുടർന്ന് പാർട്ടി ഫോറങ്ങളിലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന് പങ്കെടുക്കാനാകുന്നില്ല. നിലവിൽ പത്തനംതിട്ടയിലെ വീട്ടിൽ കഴിയുന്ന രാഹുലിനെ പാലക്കാട്ട് എത്തിക്കാനുള്ള നീക്കം നടത്തുകയാണ് ഷാഫി പറമ്പിലും അനുയായികളും. ഏറെക്കാലം പൊതുമണ്ഡലത്തിൽ നിന്ന് മാറി നിന്നാൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടി കണക്കിലെടുത്താണ് പൊതുവേദിയിൽ എത്തിക്കാൻ ശ്രമം നടത്തുന്നത്. യുവ നേതാക്കളിൽ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി കൂടി മുന്നിൽ കണ്ടാണ് മണ്ഡലത്തിൽ എത്തിക്കാൻ നീക്കം.
അതിനപ്പുറത്തേക്ക് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് പാർട്ടിക്കുള്ള സ്വാധീനം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും ഷാഫി പറമ്പിലിനും നേതാക്കൾക്കുമുണ്ട്. എന്നാൽ പാലക്കാട് രാഹുലിനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് CPM-ഉം BJP-യും ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. കടുത്ത പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ ഏറ്റെടുത്ത് രാഹുലിനെ പാലക്കാട് എത്തിക്കാനാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ തീവ്ര ശ്രമം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി KPCC സംസ്ഥാന സെക്രട്ടറി C. ചന്ദ്രന്റെ വീട്ടിൽ രഹസ്യമായി ഗ്രൂപ്പ് യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി. എന്നാൽ അത് നിഷേധിച്ച് ഷാഫി രംഗത്ത് വന്നു. ഞാൻ അവിടെ പോയിട്ടേ ഇല്ല എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന ഈ പറയുന്ന C. ചന്ദ്രേട്ടൻ KPCC ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഇന്നലെ പാലക്കാടേ ഇല്ല, ഇന്ന് രാവിലത്തെ വെസ്റ്റ് കോസ്റ്റിലാണ് വന്നത് എന്നുള്ളത് ടിക്കറ്റും ഫോട്ടോയും സഹിതം ഒരു മനുഷ്യൻ കാണിച്ചിട്ട് നിങ്ങൾ അടുത്ത വരി കൊടുക്കുന്നത് നിഷേധിച്ച് ഷാഫി എന്നുള്ളത്, അപ്പോഴും അവിടെ യോഗം ചേർന്നു എന്നുള്ളത് നിങ്ങൾ ഒഴിവാക്കുന്നില്ല. അതേസമയം കോൺഗ്രസിനുള്ളിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ വികാരം അലയടിക്കുമ്പോൾ ഷാഫി പറമ്പിലിന്റെയും കൂട്ടരുടെയും ശ്രമം എത്രത്തോളം വിജയിക്കുമെന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ വോട്ടർമാരുടെ തിരിച്ചറിയൽ രേഖകളിൽ വൻ പൊരുത്തക്കേട്. 3 ലക്ഷം പേർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. അതിനിടെ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എതിർപ്പുകൾ സമർപ്പിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ തിങ്കളാഴ്ച പരിഗണിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ നടത്തിവരുന്ന പ്രത്യേക തീവ്ര പുനഃപരിശോധനയിലാണ് ഞെട്ടിപ്പിക്കുന്ന പൊരുത്തക്കേടുകൾ കണ്ടെത്തിയത്. ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പലരും ഇന്ത്യൻ വോട്ടർ തിരിച്ചറിയൽ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നതായി ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ കണ്ടെത്തിയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആധാർ, താമസ സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ഇവർ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കമ്മീഷൻ അംഗം വെളിപ്പെടുത്തി. പ്രാദേശിക തലത്തിൽ അന്വേഷണങ്ങൾ നടത്തിയ ശേഷമാണ് ഇവർക്ക് നോട്ടീസ് അയച്ചത്. സമഗ്രമായ പരിശോധനയ്ക്ക് ശേഷം യോഗ്യരല്ലെന്ന് കണ്ടെത്തുന്ന പേരുകൾ സെപ്റ്റംബർ 30-ന് പ്രസിദ്ധീകരിക്കുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. കരട് പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യാനോ ഉൾപ്പെടുത്താനോ ആവശ്യപ്പെട്ട് ഇന്നലെ വരെ 1,95,802 അപേക്ഷകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചത്. ഇതിൽ 24,991 അപേക്ഷകൾ തീർപ്പാക്കി. അതിനിടെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എതിർപ്പുകൾ സമർപ്പിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. എതിർപ്പുകളും അവകാശവാദങ്ങളും സമർപ്പിക്കാൻ അടുത്ത മാസം 1 വരെ സമയം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹർജികൾ. RJD ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ ഹർജിയാണ് തിങ്കളാഴ്ച പരിഗണിക്കുക. അടിയന്തരമായി പരിഗണിക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് കോടതിയുടെ ഇടപെടൽ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസെടുത്തു. IPC 336, 338 വകുപ്പുകൾ ചുമത്തി കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. സുമയ്യയുടെ ശരീരത്തിനുള്ളിൽ ഗൈഡ് വയർ കുടുങ്ങിയത് ഡോക്ടറുടെ അലക്ഷ്യമായ ഇടപെടൽ മൂലമെന്ന് FIR-ൽ പറയുന്നു. അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഉറപ്പു നൽകിയതായി സുമയ്യയും കുടുംബവും വ്യക്തമാക്കി. 5 ദിവസത്തിനകം തീരുമാനമായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സുമയ്യയുടെ മൊഴിയെടുത്തതിന് പിന്നാലെയാണ് കേസെടുത്തിട്ടുള്ളത്. സുമയ്യയുടെ ശരീരത്തിനുള്ളിൽ ട്യൂബ് കുടുങ്ങിയത് ഡോക്ടറുടെ അലക്ഷ്യമായ ഇടപെടൽ മൂലമാണെന്ന് FIR-ൽ പറയുന്നു. ഡോക്ടറുടെ പ്രവൃത്തി അവിവേകമാണെന്നും ശസ്ത്രക്രിയ ഗൗരവകരമായി എടുത്തില്ല എന്നും FIR-ൽ പരാമർശമുണ്ട്. ആരോപണ വിധേയനായ ഡോക്ടർ രാജീവ് കുമാർ ഇപ്പോഴും ജനറൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് സുമയ്യയും കുടുംബവും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുമായി കൂടിക്കാഴ്ച നടത്തി. 5 ദിവസത്തിനുള്ളിൽ പരിഹാരം കാണാമെന്ന് അഡീഷണൽ ഡയറക്ടർ ഉറപ്പു നൽകിയതായും ഇല്ലെങ്കിൽ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നും സുമയ്യയുടെ കുടുംബം പറഞ്ഞു. വിദഗ്ധ സമിതി ഇനി തിരിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള ഒരു ചെയ്യാം. നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഇവിടെ കേരളത്തിലല്ല, ഇനി പുറത്തായിരുന്നാൽ പോലും ഇതെടുക്കുന്നതിനുള്ള എല്ലാ ബാധ്യതയും എല്ലാ സാമ്പത്തികവും ഏറ്റെടുക്കേണ്ടത് സർക്കാരും ആരോഗ്യവകുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം നമ്മളൊരു ഡയറക്ടർ ഒരു വാക്ക് പാലിക്കുകയാണ്. ഇനി 4 ദിവസത്തിന് ശേഷം നമുക്ക് ഒരു തൃപ്തിയായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നീതിക്ക് വേണ്ടി ഇനിയും മുന്നോട്ട് പോകും. 2023 മാർച്ചിലായിരുന്നു സുമയ്യ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്നത്. സുമയ്യയുടെ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുകയാണ് ചെയ്തത്. ഡോക്ടർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. ഇതിനുശേഷം സുമയ്യയ്ക്ക് വലിയ രീതിയിൽ ശ്വാസതടസ്സവും കിതപ്പും അനുഭവപ്പെട്ടു. 2025 മാർച്ചിൽ കഫക്കെട്ട് വന്നപ്പോൾ വീടിനടുത്തുള്ള ക്ലിനിക്കിൽ പോയി. അവിടുത്തെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് എക്സ്റേ എടുത്തപ്പോഴാണ് നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയതെന്ന് വ്യക്തമായത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ജലോത്സവ പ്രേമികൾ കാത്തിരിക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി നാളെ പുന്നമടക്കായലിൽ നടക്കും. മാസങ്ങളുടെ പരിശീലനത്തിന് ശേഷം ചുണ്ടൻ വള്ളങ്ങൾ കായൽപ്പരപ്പിൽ പോരാട്ടത്തിനിറങ്ങുമ്പോൾ അത് കാണികൾക്കും ആവേശമാകും. വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരയ്ക്കുന്നത് 71 വള്ളങ്ങൾ. ചുണ്ടൻ വിഭാഗത്തിൽ മാത്രം ഉള്ളത് 21 വള്ളങ്ങൾ. 11 മണിയോടെ ആരംഭിക്കുന്ന മത്സരത്തിൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സാണ് ആദ്യം. ഉച്ച കഴിഞ്ഞ് 2-ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാകും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും നടക്കുക. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ 6 ഹീറ്റ്സുകളാണുള്ളത്. ആദ്യ 4 ഹീറ്റ്സുകളിൽ 4 വീതം വള്ളങ്ങളും 5-ാമത്തെ ഹീറ്റ്സിൽ 3 വള്ളങ്ങളും 6-ാമത്തെ ഹീറ്റ്സിൽ 2 വള്ളങ്ങളുമാണ് മത്സരിക്കുക. മികച്ച സമയം കുറിച്ച് ആദ്യമെത്തുന്ന 4 വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനൽ പോരാട്ടത്തിനിറങ്ങുക. ചെറുവള്ളങ്ങളുടെ എല്ലാ ഭാഗങ്ങളിലും ഫിനിഷ് ചെയ്യുന്ന സമയം പരിഗണിച്ചാണ് ജേതാക്കളെ തീരുമാനിക്കുന്നത്. സമയക്രമം പൊതുജനത്തിന് കാണാനാകും വിധം സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. നമ്മൾ ഈ പ്രാവശ്യം പ്രചാരണ രംഗത്ത് വലിയ മാറ്റങ്ങളാണ്, കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന് പുറത്തേക്ക് ഉൾപ്പെടെ പ്രചാരണം സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം കർശനമായ സുരക്ഷാ ക്രമീകരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്പീഡ് ബോട്ടുകളുടെ സഞ്ചാരത്തിലും ഡ്രോണുകളുടെ ഉപയോഗത്തിലും കർശനമായ നിയന്ത്രണം ഉറപ്പുവരുന്നതാണ്. ടൈമേഴ്സ് കൃത്യതയോടെ ടൈം സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും ഫിനിഷിംഗ് പോയിന്റ് ടച്ച് ചെയ്യുന്ന വള്ളങ്ങളുടെ സ്ഥാനക്രമം അനുസരിച്ച് 1, 2, 3 സമയക്രമം കൃത്യമായി പൊതുജനം കാണും വിധം സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. വള്ളങ്ങളുടെ സമയക്രമം ഇനി മുതൽ മിനിറ്റിനും സെക്കൻഡിന് ശേഷം മില്ലി സെക്കൻഡായി നിജപ്പെടുത്തും. 1-ലധികം വള്ളങ്ങൾ ഒരേ സമയം ഫിനിഷ് ചെയ്തിട്ടുള്ളതായി കണ്ടാൽ നറുക്കെടുപ്പിലൂടെ വിജയം നിശ്ചയിക്കും. 6 മാസം വീതം നെഹ്റു ട്രോഫി കൈവശം വയ്ക്കാനായി തീരുമാനമെടുക്കുവാൻ ആദ്യ 6 മാസം ആർക്കെന്നത് നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കും. പുന്നമട എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഒന്ന് മാത്രം, ഈ വർഷത്തെ ജലരാജാവാര്. ഇനി അവശേഷിക്കുന്നത് അതിനായുള്ള കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകൾ മാത്രമാണ്. പുന്നമടയിൽ നിന്നും ആദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. ലോക ബാഡ്മിന്റൺ ടൂർണമെന്റിൽ നിന്ന് PV സിന്ധു പുറത്ത്. ക്വാർട്ടറിൽ ഇന്തോനേഷ്യൻ താരം പുത്രി കുസുമ വർദ്ധിനിയോടാണ് സിന്ധു പരാജയപ്പെട്ടത്. 1 മണിക്കൂർ നീണ്ടുനിന്ന 3 സെറ്റ് പോരാട്ടത്തിൽ 2ാമത്തെ സെറ്റ് മാത്രമാണ് സിന്ധുവിന് ജയിക്കാനായത്. സ്കോർ 14-21, 21-13, 16-21. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക. നമസ്കാരം.